നമ്മുടെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന കുറച്ച് സസ്യങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് പേര് പറയാം. എല്ലാം ഞാൻ പെട്ടെന്ന് പരിചയപ്പെടുത്തില്ല, ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടുത്താം. അതിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു സസ്യം എന്ന് പറയുന്നത് മുളയാണ്. അതോടൊപ്പം നമ്മുടെ മണി പ്ലാന്റ്, ചീര, മത്തൻ, അതേപോലെ തന്നെ ചുവന്ന ഓക്കുമരം, ഇതൊക്കെ വേഗത്തിൽ ഭയങ്കരമായ സ്പീഡിൽ വളരുന്ന സസ്യങ്ങളാണ്. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞത് മുളയാണ്. അപ്പോൾ ഇന്ന് എന്തായാലും നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മുളയെ കുറിച്ചാണ്. പല വെറൈറ്റി മുളകളാണുള്ളത്. പച്ചമുളയുണ്ട്, മഞ്ഞ മുളയുണ്ട്, ഓടക്കുഴലൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഓടമുളയുണ്ട്, പണ്ട് കാലത്ത് പോലീസുകാർ ഉപയോഗിക്കുന്ന ലാത്തിക്ക് ഉപയോഗിക്കുന്ന ലാത്തി മുളയുണ്ട്, അതേപോലെ പച്ച ഇല്ലി മുളയുണ്ട്. അങ്ങനെ അതിന് പച്ച ഇല്ലിമുള എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് മുള്ളുകളുണ്ട്. നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് ഏറ്റവും കൂടുതൽ കാണുന്ന മുള എന്ന് പറയുന്നത് ഈ ഇല്ലിമുളയാണ്. അതിലാണ് നിറയെ മുള്ളുകളൊക്കെ ഉള്ള മുളയാണ്. അപ്പോൾ പണ്ട് കാലത്തൊക്കെ ആ മുള ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു ഓർമ്മയിൽ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഈ തെങ്ങ് കയറാൻ തന്നെ ചേട്ടന്മാരൊക്കെ തെങ്ങ് കയറാൻ കൊണ്ടുവരുന്ന ഏണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുളയാണ്. ഈ മുള എന്ന് പറയുന്ന ഈ ഒരു സസ്യം ഉണ്ടല്ലോ, നമ്മൾ പണ്ട് കാലങ്ങളിലും ഇപ്പോഴും നമുക്ക് പ്രാധാന്യം ഒട്ടും കുറയാതെ നിലനിൽക്കുന്ന ഒരു സസ്യമാണ്. കാരണം പണ്ട് കാലങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീട് പണിയാൻ, ചെറിയ ചെറിയ ഷെഡുകളൊക്കെ വയ്ക്കുമ്പോൾ അതിന് തൂണ് കഴുക്കോലൊക്കെ വയ്ക്കാനും, അതേപോലെ തന്നെ വീട് പണിയുമ്പോൾ അതിന് മുട്ടായിട്ടൊക്കെ നമ്മൾ വാർക്കലൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് അതിന് മുട്ടായിട്ടൊക്കെ കൊടുക്കാനും, അതേപോലെ വേലി കെട്ടാനും, പിന്നീട് കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കാനും, അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും. പിന്നെ നമ്മൾ കുരുമുളക് വീടുകളിലൊക്കെ ആണെങ്കിൽ കോമൺ ആയിട്ട് പണ്ട് എല്ലാ വീടുകളിലും തന്നെ ഉണ്ടാവാറുണ്ട്. നമ്മൾ കുരുമുളക് പറിക്കാൻ, തേങ്ങ ഇടാൻ ചേട്ടന്മാരുടെ കയ്യിലൊക്കെ ഉള്ളത് നമ്മുടെ ഇതുപോലത്തുള്ള ഈ ഒരു മുളയുടെ ഏണിയായിരിക്കും അവരുടെ കയ്യിൽ ഉണ്ടാവുക. അങ്ങനെ ഒരുപാട് ഉപയോഗങ്ങൾ അതുകൊണ്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പോഴും അത് നമ്മുടെ നാട്ടിലൊക്കെ എനിക്ക് തോന്നുന്നു വേലി കെട്ടാനൊക്കെ പല സ്ഥലങ്ങളിലും ഇപ്പൊ ട്രഡീഷണൽ ആയിട്ടൊക്കെ നമ്മൾ റെസ്റ്റോറൻറ്റുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ടീ ഷോപ്പുകൾ അതൊക്കെ പണിയുമ്പോൾ ട്രഡീഷണൽ ആയിട്ടൊക്കെ ചെയ്യുന്ന രീതിയിൽ മുള കൊണ്ട് ഒരു ഹട്ടൊക്കെ പണിത് അതിലൊക്കെ ഭയങ്കര രസമാണ്, എക്കോ ഫ്രണ്ട്ലിയാണ്. അപ്പൊ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഏറ്റവും കൂടുതൽ കാണുന്നതും ഉപയോഗിക്കുന്നതും എന്നാൽ അതനുസരിച്ച് സ്ട്രോങ് ആയിട്ടുള്ളതുമായിട്ടുള്ള മുളയാണ് നമ്മുടെ ഇല്ലിമുള എന്ന് പറയുന്നത്. ഈ ഇല്ലിമുളയിലാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ മുള്ളുണ്ട്, നല്ല സ്ട്രോങ്ങും ആണ് മുള്ള്. അതിന്റെ ഈ ഒരു ഇതെന്ന് പറയാം, ഒരു മുള എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിരിക്കും, നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലങ്ങളിലൊക്കെ എന്റെയൊക്കെ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ തേങ്ങ ഇടാൻ വരുന്ന ചേട്ടന്മാർ, അതേപോലെ കുരുമുളക് പറിക്കാൻ വരുന്നവർ. നമ്മുടെ വീടുകളിലൊക്കെ ഇപ്പം നമ്മൾ ഇരുമ്പ് കോവണി ഉണ്ടാക്കി വെക്കുന്നതിന് പകരം എല്ലാ വീടുകളിലും ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ഈ ഒരു ഇല്ലിമുളയുടെ ഏണി എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ എനിക്കറിയില്ല. പക്ഷെ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്നവരും അതേപോലെ തന്നെ ഇത് ഒരുപാട് ഉപയോഗിച്ചിട്ടുള്ളതുമായ ആളുകളൊക്കെ നമ്മുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അപ്പം എന്തായാലും നമുക്ക് ആ ചേട്ടനോടും കൂടി ഒന്ന് ചോദിക്കാം അവരുടെ ഉപയോഗം എങ്ങനെയായിരുന്നു എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ ഇവിടെ ശിക്കാര ബോട്ട് ഓടിക്കുന്ന ചേട്ടനുണ്ട്, ഇവിടെ തെലായൻ ചേട്ടൻ. അപ്പം ആ ചേട്ടൻ ഇവിടെ ഉണ്ട്. ചേട്ടാ ഒന്ന് വരാമോ? ഇതാണ് നമ്മുടെ തെലായൻ ചേട്ടൻ, നമ്മുടെ ശിക്കാര ബോട്ട് ഓടിക്കുന്നതാണ് കേട്ടോ ഇവിടെ. അപ്പം ചേട്ടനൊക്കെ ഇവിടെ താമസിക്കുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നേരത്തെ ഇപ്പം ഇങ്ങോട്ടേക്ക് മാറി മുണ്ടാർ എന്ന് പറഞ്ഞ ഏരിയയിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അവിടെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചതുപ്പ് ഏരിയകളായിരുന്നു. അപ്പൊ ചേട്ടനാണെങ്കിൽ പറഞ്ഞാൽ അവിടെയൊക്കെ അവർ ഈ ഒരു വീട് പണിയുന്നതിന് മുമ്പ് ഈ സാധനമൊക്കെ ഉപയോഗിക്കാറുണ്ടെന്ന്. അതെങ്ങനെയായിട്ടാ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? അത് ഈ മുള കല്ലമ്പളയാണ് ഇതിന്റെ പേര്, കല്ലമ്പള എന്നാണ്. അതിനുള്ള മുള, ഏറ്റവും സ്ട്രോങ്ങുള്ള മുള ഇതാണ്. ഈ മുള ഒരു 2 മീറ്റർ നീളത്തിലെടുത്തിട്ട് നമ്മൾ മുക്കണ്ണിച്ച് ഈ അടുപ്പുകല്ല് പോലെ മുക്കണ്ണിച്ച് താത്തി കഴിയുമ്പോഴത്തേക്ക് ചതുപ്പ് നിലത്തേക്ക് എന്നൊരു താത്തും അത്രയും സ്ട്രോങ് ആണ്. അപ്പൊ ഒരു 2 മീറ്റർ, ഏറ്റവും കുറഞ്ഞ 2 മീറ്റർ, 1 മീറ്റർ ആയാലും കുഴപ്പമില്ല. താത്തി കഴിഞ്ഞാൽ എത്ര വർഷം കഴിഞ്ഞാലും ഇത് പോകത്തില്ല. അപ്പൊ ഇതിങ്ങനെ നമ്മള് കെട്ടിടത്തിന്റെ പ്ലാൻ എങ്ങനെ അനുസരിച്ച് താത്തുക, അതിന്റെ മേളിലേക്ക് കരിങ്കല്ല് ചെയ്യുന്ന അതേ രീതി തന്നെ ഒരിക്കലും പോകത്തില്ല, ഒരു കാരണവശാലും പോകത്തില്ല. ഇപ്പൊ അതിന് കൂടാതെ ചിരട്ട ഉപയോഗിക്കുന്നുണ്ട് ഇതിന്റെ മേളിലേക്ക്. പിന്നെ ഇത് താത്തി കഴിഞ്ഞതിന്റെ മുകളിൽ ചിരട്ടയ്ക്കകത്ത് മണ്ണെടുത്ത് കമത്തി വെക്കാം അതിന്റെ മേളിലേക്ക് നമുക്ക്. അപ്പൊ സ്ട്രോങ് ആണ്. അപ്പൊ വീട് ഇരുന്ന് പോകാതിരിക്കാൻ വേണ്ടിട്ടാണ് അല്ലേ? ഒരിക്കലും ഇരിക്കത്തില്ല. അപ്പൊ നമ്മുടെ അവിടങ്ങളിലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു, ഏരിയയിലൊക്കെ കൂടുതലും അങ്ങനെ. ഇപ്പൊ ചെയ്യുന്നുണ്ടോ അങ്ങനെ? ഇപ്പൊ ചെയ്യാൻ ചെലവുള്ളായിരുന്നു, ആൾക്കാർ ചെലവുള്ളായിരുന്നു. പിന്നെ നിങ്ങൾ വേറെ എന്തിനൊക്കെ ഈ മുള ഉപയോഗിച്ചിട്ടുണ്ട്? കല്ലമ്പള ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു കാര്യത്തിനാണ്, നമുക്ക് കൂടുതലും വേണ്ടി വരുന്നത് ഇതിനാണ്. പിന്നെ ഏണിക്കൊക്കെ നമ്മൾ എടുക്കുന്ന ഏണിക്കൊക്കെ അതൊക്കെ ഞാൻ എന്റെ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ ഈ ചേട്ടന്മാരൊക്കെ ഇതിന് വരുന്നത് വീടുകളിലൊക്കെ കാണുമല്ലോ സാധാരണയായിട്ട്. ഏറ്റവും കൂടുതൽ ഏണിക്ക് അത് ഒടിയത്തില്ല, കുറെ നാളുകള് നിൽക്കും, ഒടിയത്തില്ല. അതാണ്. പിന്നെ നിങ്ങൾ ഈ പണ്ട് കാലത്തൊക്കെ ഈ ഒരു മുളയുണ്ടല്ലോ, നമ്മുടെ പച്ചമുള, ആ മുള ഉപയോഗിച്ച് മണ്ണ് വാരാനൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. അതിന് പേര് അതിന് നമുക്ക് ഈ കൊല്ലിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. മണ്ണ് വാരുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം, നമുക്ക് കക്കായ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. ഈ കൊല്ലി എന്ന് പറയുന്ന സാധനം
അത് വല കൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അത് ഇതിന്റെ ഇരുമ്പിലാണോ ഇരുമ്പില് വല പോലെ ഇങ്ങനെ കൊട്ട പോലെ കൊട്ട വല ആക്കിയിട്ട് ഇതിന്റെ എൻഡിൽ വെച്ചിട്ട് കെട്ടും. കെട്ടും. മുന്നാലൊക്കെ ചിലവരുണ്ടായിരുന്നാണ് ഞങ്ങൾക്കറിയാം. പണ്ടത്തെ മണൽ മാഫിയല്ലേ? അല്ല അതെ അതെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കള്ള മണൽ വരാം. ഞാൻ പോയിട്ടില്ല. അല്ല ചേട്ടൻ പോയെന്നല്ല, അപ്പൊ അത് അതിനു വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അത് ഏറ്റവും സ്ട്രോങ് ആയിരിക്കും. അത് എത്ര ആഴത്തിൽ ചെന്ന് വേണം ഇത് മാന്തിക്കൊണ്ടുവരും. സ്ട്രോങ് ആണ്. അതേപോലെ തന്നെ കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കാം, പുട്ടുകുറ്റിയൊക്കെ ഉണ്ടാക്കാം. അത് നമ്മള് ഇപ്പൊ ഒരുപാടുണ്ട്. ഈ മുള ബിരിയാണി അത് ഭയങ്കര ഫേമസ് ആണ്. മുള ബിരിയാണി ശരിക്കും പറഞ്ഞ പണ്ട് കാലത്തൊക്കെ ഈ മുളയായിരുന്നു തോന്നുന്നു അല്ലെ പുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ അടുത്ത കടയിലൊക്കെ ഇത് തന്നെയായിരുന്നു. നമ്മൾ കാണുമ്പോഴത്തേക്ക് ഒരു കുറ്റി പുട്ടൊക്കെ കുറെ ഉണ്ടാവും, ഒരാൾക്ക് കഴിക്കാനുള്ളതുണ്ട്. അല്ലാതെ കൂടാണ്ട് ഇതിനകത്ത് വേറെ ഈ വെള്ളം എടുത്ത് വെക്കാം കുടിക്കാനായിട്ട് വെള്ളം. നമ്മള് നല്ല ഈ തണുത്ത എന്താണ് പറയുന്നത്, ഈ മല്ലിയില പല ഇല ഉണ്ടല്ലോ, പുതിനയില ഈ ഇതിന്റെ മുള ചെത്തിയിട്ട് അതിനകത്തേക്ക് ഇട്ടിട്ട് നമ്മൾ നല്ല ടേസ്റ്റ് ആണല്ലേ. തിളപ്പിച്ച് വെള്ളമോ പച്ചവെള്ളം? പച്ചവെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. അപ്പൊ ഇരുന്ന് ചീത്തയാവത്തില്ല, ഒരു കാരണവശാലും ചീത്തയാവത്തില്ല. വയറിനൊക്കെ ആണല്ലേ. അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. വയറുള്ളവർക്കൊക്കെ പെട്ടെന്ന് ചൊങ്ങു ആണല്ലേ. മുളയ്ക്കകത്ത് വെച്ച് കഴിഞ്ഞാല് മാറും. എല്ലാ ദിവസവും നമ്മൾ ഇന്ന് കുടിക്കാനുള്ളത് മാത്രം ഒഴിച്ചു വയ്ക്കാം. നല്ല ശുദ്ധമായ വെള്ളം, നല്ല ടേസ്റ്റ് ആണല്ലേ. കൊടുക്കാം. അപ്പൊ പിന്നെ അതൊക്കെ ഒന്ന് പരീക്ഷ നോക്കാവുന്ന കേട്ടോ. കാരണം ഇത് പ്രകൃതിദത്തമായ ഒരു സാധനമാണ് നമ്മുടെ മുള എന്ന് പറയുന്നത്. അതിനകത്ത് പുതിനയില എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിദത്തമാണ്, വിഷമൊന്നും ഇല്ലാത്തതാണ്. അത് രണ്ടെണ്ണം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പുതിനയില നമുക്ക് ശരീരത്തിന് നല്ലതാണ്, ടേസ്റ്റുമാണ്. അതിന്റെ ഫ്ലേവർ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അത് ഇട്ടിട്ട് നമുക്ക് കുടിക്കാൻ പറ്റും. മുളയുടെ ആ ഒരു എസൻസും കൂടെ കിട്ടും. അതുകൊണ്ടായിരിക്കും പണ്ട് കാലത്തൊക്കെ പുട്ടുണ്ടാക്കുമ്പം നമ്മൾ നോർമൽ പുട്ടുകുറ്റിയിൽ ഉണ്ടാക്കുന്നതും മുളം കുറ്റിയിൽ ഉണ്ടാക്കുന്നതും തമ്മിൽ രണ്ടും വ്യത്യാസമുണ്ട്. ടേസ്റ്റ് ഭയങ്കര വ്യത്യാസമുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ മഞ്ഞമുള, പച്ചമുള പോലെ തന്നെയാണ് മഞ്ഞമുള. മഞ്ഞമുള നമ്മൾ കരകൗശല സാധനങ്ങൾ ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ എന്താണ് നമ്മൾ ഷാപ്പുകൾ, അതേപോലെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റുകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കും. കാരണം ഇതിന്റെ കളർ കൊണ്ടാണ് കേട്ടോ, നല്ല ഭംഗിയാണ്, നല്ല ഗോൾഡൻ ഷെയ്ഡാണ് മഞ്ഞ കളർ വരുന്നത്. അതേപോലെ തന്നെ ഏറ്റവും കൂടുതൽ പേപ്പർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പണ്ടും ഇപ്പോഴും പേപ്പർ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നതാണ്. അപ്പം ഇതിന്റെ ഉപയോഗം ചേട്ടാ എങ്ങനെ? നമ്മൾ ഈ പണ്ട് കാലത്തൊക്കെ കൊട്ടയൊക്കെ ഉണ്ടാക്കാറില്ലേ, കൊട്ട ഉണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കും. പിന്നെ എന്തിനൊക്കെയാ നമ്മൾ മഞ്ഞമുളക് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ഉണ്ടാക്കാൻ എടുക്കുന്നതിന് ഒരു കാര്യമുണ്ട്, ഒരു പക്കം നോക്കണ്ടേ എന്ന് വെച്ചാല് ഈ വാവ് പക്കം, വെളുത്ത പക്കവും കറുത്ത പക്കവും ഉണ്ട്. കറുത്ത പക്ഷവും വെളുത്ത പക്ഷവും. അത് കറുത്ത പക്കത്തിൽ കിടക്കുന്നതാണ് കൊട്ട ഉണ്ടാക്കാൻ സ്ട്രോങ് ആയിട്ട് വരുന്നത്. അല്ലെങ്കിൽ കുത്തു വെച്ചു കുത്തല് വീഴും, മറ്റേ ആ ഒരു പുഴുക്കുത്ത് പോലെ അങ്ങനെ കുത്ത്. ഓക്കെ. പക്കത്ത് വെക്കുന്നത് അങ്ങനെ വെട്ടിയാൽ ഉണ്ടാവത്തില്ല, കറുത്ത പക്ഷത്തിൽ വെട്ടിയാൽ ഉണ്ടാവത്തില്ല. അതെന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്? അല്ല, കറുത്ത പക്ഷം വെളുത്ത പക്ഷം എന്ന് പറയുമ്പോ പോകുമെന്ന്. നമ്മൾ അത് വെട്ടിയെടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പോകും. നമ്മളിത് വെട്ടിയെടുത്തിട്ട് നമുക്ക് ഒരു 2 ദിവസം വെള്ളത്തേക്ക് ഇടുക. എടുത്ത് TV എടുത്ത് ക്ലിയർ ചെയ്ത് വേണ്ട. പണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടോ കൊട്ടയൊക്കെ? ചേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? TV സൈഡില് ഇതിന്റെ പ്രവർത്തനം ഞങ്ങൾക്ക് അറിയാം, നേരിട്ട് അറിയാവുന്ന ആണല്ലേ. പിന്നെ നേരത്തെ പറഞ്ഞ മുളയ്ക്കും ഉണ്ടാക്കാം. ഈ പച്ചമുളയ്ക്ക് സ്ട്രോങ് ആയിരിക്കും, സാധനം സ്ട്രോങ് ആയിരിക്കും. ഇത് കാണാൻ നല്ല ഭംഗിയാണ്, വെയിറ്റ് കുറവാ. പക്ഷെ പെട്ടെന്ന് നശിച്ചു പോകും, അങ്ങനെ പെട്ടെന്ന് പോകും. പക്ഷെ എന്നാലും പച്ചമുളയ്ക്കാണ് ബലം കൂടുതൽ. അതേപോലെ തന്നെ നമ്മുടെ ഇല്ലിമുള അതൊക്കെയാണ് സ്ട്രോങ് ആയിട്ടുള്ളത്. വാരിക്കോട്ട, വാരിക്കോട്ട ഉണ്ടാക്കാനായിട്ട് നമ്മുടെ പണ്ട് തേങ്ങയൊക്കെ ചുമക്കണ ചേട്ടന്മാര്. ഓക്കെ. പണ്ടൊക്കെ ഞങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടായിരുന്നു തേങ്ങാ സംഘങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അവര് വന്നിട്ട് ഒരു സംഘം രൂപീകരിച്ചിട്ട് അവരാണ് വന്ന് നമ്മുടെ ഏരിയകളിലുള്ള തേങ്ങ മുഴുവൻ ഇട്ടുകൊണ്ട് പോകുന്നത്. അപ്പൊ അതിനുള്ള ഒരു വില നമുക്ക് തരും. അപ്പൊ അതിന് വരുന്ന ചേട്ടന്മാരൊക്കെ വലിയൊരു വാരി കൊണ്ടുള്ള ഒരു കൊട്ടയൊക്കെ ആയിട്ട് വരുന്ന തേങ്ങ പെറുക്കാനായിട്ട്. അപ്പൊ അതിനുപയോഗിക്കുന്ന ഈ മുളയാണ്. ചുമന്നുകൊണ്ട് വരുന്ന പണ്ട് കാലത്ത്. കനം കുറഞ്ഞ. അപ്പൊ വെയിറ്റ് കുറവാ, അവർക്ക് ചുമക്കാൻ എളുപ്പത്തിന്. അപ്പൊ ഇതിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഈ വാരിക്കൊട്ട എന്നൊക്കെ പറയുന്ന കൊട്ടയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതൊക്കെ ഈ മുള. അത് എനിക്കും ഒരു പുതിയ അറിവാണ് കേട്ടോ. നമ്മൾ വാരിക്കൊട്ട കണ്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഈ മുളയാണെന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. പിന്നെ അടുത്ത പറയാനെന്ന് പറഞ്ഞാൽ നമ്മുടെ ലാത്തിമുളയാണ് കേട്ടോ. നമ്മുടെ പണ്ടത്തെ പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്ന, അല്ല ഇതിലാൻ ചേട്ടാ? നമ്മുടെ പണ്ടത്തെ പോലീസുകാരൊക്കെ ഉപയോഗിക്കുന്ന ലാത്തിമുള. ചേട്ടന്റെ ഒക്കെ ചെറുപ്പത്തിൽ അങ്ങനെ അല്ലായിരുന്നോ? നമ്മൾ മറ്റേ മുട്ടുവരെ നിക്കറ. അതിന്റെ അവരുടെ തൊപ്പിക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഇങ്ങനെ പാള് കൂർത്തിരിക്കുന്ന തൊപ്പി അവരുപയോഗിക്കുന്ന. അവരെല്ലാവരുടെയും കയ്യില് ഇങ്ങനെ തൂക്കി, ഇവിടെയൊക്കെ തൂക്കിയിടും. അത് വെച്ച് അടിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ അല്ലെ?
ഇങ്ങനെയൊക്കെ പലരും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഉണ്ടെന്നുണ്ട്. അങ്ങനെ ആരെങ്കിലും ഒരാൾ അറിയോ എന്ന് പറയും. ഇല്ല, അത് സ്വാതന്ത്ര്യ സമരത്തോട് അനുബന്ധിച്ചുള്ള ആൾക്കാരാണ്. ആണല്ലേ? ഗോൾഡ് മേടിച്ചത്. നമ്മുടെ അവിടെയൊന്നും അങ്ങനെ ഇല്ല അങ്ങനെ ഓടിച്ചിട്ട് അടിച്ചിട്ടുണ്ട് ആൾക്കാർ. പണ്ട് ചീട്ട് കളിക്കാരെയൊക്കെ അങ്ങനെ പോലീസുകാർ പിടിച്ച് ഓടിച്ചിട്ട് അടിക്കാറുണ്ട്. ഈ മുളയാണ് ഉപയോഗിച്ചോണ്ട്. അപ്പൊ അങ്ങനെ പണ്ട് കാലത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ലാത്തിയൊക്കെ മാറി ഇപ്പോഴും പണ്ട് കാലത്തെ പോലീസുകാർ ഉപയോഗിക്കുന്ന മുളയാണ് ഈ ലാത്തി മുള എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്തൊരു മുള കാണാം. പിന്നെ നമുക്കുള്ളതെന്ന് പറഞ്ഞാൽ ഓടമുളയാണ്. ഓടമുള എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലൂട്ടൊക്കെ കലാകാരന്മാരുടെ കയ്യിൽ ഉപയോഗിക്കുന്ന ഉപകരണം ഫ്ലൂട്ട് എന്ന് പറയുന്നത്. നല്ല രസമാണ്. അതിൽ നിന്ന് ഇങ്ങനെ എന്താണ് അതിന്റെ സംഗീതം ഇങ്ങനെ ഒഴുകി വരുന്നത് കേൾക്കാൻ തന്നെ നല്ല രസമാണ്. അപ്പൊ അതിന് ഉപയോഗിക്കുന്ന മുളയാണ് നമ്മുടെ ഓടമുള എന്ന് പറയുന്നത്. അപ്പൊ അതാണ് നമ്മൾ ഈ കാണുന്ന മുള എന്ന്. ഇത് വാവച്ചൻ ചേട്ടനാണ് കേട്ടോ. നമ്മുടെ വർഗീസ് എന്നാണ് ചേട്ടന്റെ ശരിക്കുള്ള പേര്. വാവച്ചൻ ചേട്ടൻ ഞങ്ങൾ വിളിക്കുന്ന പേരാണ്. ഇവർ രണ്ടുപേരുമാണ് നമ്മുടെ ശിക്കാരയുടെ സാരഥികൾ എന്ന് പറയുന്നത്. അപ്പൊ മുളയുടെ വേറൊരു കാര്യം അവര് പറഞ്ഞായിരുന്നു. നമ്മുടെ ഈ മുളയുടെ കൂമ്പുണ്ടല്ലോ തോരൻ വെക്കാൻ പറ്റുന്നു. അത് ഏത് മുളയുടെ കൂമ്പാ എടുക്കുന്നത് ചേട്ടാ? നമ്മള് ഈ പച്ചമുളയുടെ കൂമ്പ് നമുക്ക് അത് ഉപയോഗിക്കാം. ഈ മുളയുടെ കൂമ്പ് അതേപോലെ മഞ്ഞമുളയുടെ അത് ഉപയോഗിക്കാം. നമ്മൾ ഈ നിലത്തുനിന്ന് ഇങ്ങനെ കിളുത്ത് വരുന്ന ആ ഒരു കൂമ്പ് അതിന്റെ ആ തൊലി എടുത്ത് കളഞ്ഞിട്ട് നമുക്ക് തോരൻ വെച്ച് കഴിക്കാം. അതിനകത്ത് ഒരുപാട് നാരുകളുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? നമ്മൾ സാധാരണ തേങ്ങയൊക്കെ കൊത്തിയരിഞ്ഞ് തോരൻ വയ്ക്കാം. അപ്പൊ അതെന്തായാലും ഞങ്ങൾ ഉടനെ തന്നെ ഒന്ന് പരീക്ഷിക്കുന്നുണ്ട് കേട്ടോ, തോരൻ എന്തായാലും. പിന്നെ നമുക്ക് ഈ എപ്പോഴും കഴിക്കാൻ തോന്നുന്നു മുളയുടെ കൂമ്പല്ലേ. അപ്പൊ പിന്നെ നമുക്ക് ഈ മുള അരിയില്ലേ പായസം വെക്കാനൊക്കെ ഉപയോഗിക്കുന്ന അതിന് നല്ല മേഖലയിൽ കുറവാണ്. മുള അത്ര അങ്ങോട്ട് മൂത്ത പരുവാകുന്നില്ല. ഈ മല പത്തനംതിട്ട ജില്ലയിലെ ശബരിമല മേഖലയിലൊക്കെ ഇഷ്ടംപോലെ മുളയരി കിട്ടാനുണ്ട്. അത് പായസം വെക്കാനും കഞ്ഞി ഉണ്ടാക്കോ? മുളയരി കഞ്ഞി ഉപയോഗിക്കും. കഞ്ഞിക്ക് ഉപയോഗിക്കും. ഈ ഔഷധത്തിനൊക്കെ നമ്മൾ ഈ കർക്കിടക മാസത്തിലൊക്കെ ഉപയോഗിക്കുന്ന അങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ മുളയരി. അതേപോലെ തന്നെ 2 ടൈപ്പ് മുളകളില്ലേ നമുക്ക് ഇങ്ങനെ നശിച്ചു പോകുന്നത്, അങ്ങനെ കൂട്ടത്തോടുകൂടി നശിച്ചു പോകുന്നതൊന്ന് അല്ലാതെ ഇടയ്ക്ക് വെച്ച് നശിച്ചു പോകുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് ചില മുളകളുണ്ട് അത് എല്ലാ വർഷവും പൂക്കൾ ഉണ്ടാവുന്നതാണ്. അത് പെട്ടെന്ന് നശിച്ചു പോകുന്ന മുളകളല്ല. പിന്നെ വർഷാവർഷം അതിൽ പൂത്തോണ്ടിരിക്കും. ചില മുളകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ കുറേ വർഷത്തെ ആയുസുണ്ട്. അതിൽ പൂ ഉണ്ടായി കഴിഞ്ഞാൽ മുള പൂത്ത് കഴിഞ്ഞാൽ അത് കൂട്ടത്തോടെ നശിച്ചു പോകും. അങ്ങനെയല്ലേ പറയുന്നത്? അപ്പൊ അങ്ങനെയാണ് നമുക്ക് ഉള്ളത്. ഇവിടെയാണെങ്കിൽ നമുക്ക് 4-5 വെറൈറ്റി മുളകളാണുള്ളത് കേട്ടോ. അതിന് കൂടുതൽ വേറെ ടൈപ്പ് മുളകളുണ്ടോ നമുക്ക് നിങ്ങളുടെ അറിവില്? വേറെ ടൈപ്പ് ഉണ്ട്. ഇതിൽ വണ്ണം കൂടിയ മുളകളുണ്ട് ഇല്ലേ? മലമ്പ്രദേശങ്ങളിൽ കൂടുതൽ കൂടിയ മുളകളാണ് നിൽക്കുന്നത്. ഈ പേപ്പർ നിർമ്മാണത്തിനൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് ടൈപ്പ് നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഈ കണ്ടത് മഞ്ഞമുള, ഓടമുള, അതേപോലെ ഈ പച്ചമുള, ഇല്ലിമുള, ലാത്തിമുള, ഇങ്ങനെയുള്ള മുളകളൊക്കെയാണ് നമ്മുടെ അറിവിൽ നമ്മൾ കണ്ടത്. നിങ്ങളുടെ നാട്ടിലല്ലാതെയുള്ള മുളകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതേപോലത്തെ പേരുകളുള്ള മുളകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് താഴെ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ എന്തായാലും ഇവരാണ് നമുക്ക് ഇത്രയും കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അത് നമ്മൾ ഈ മുളങ്കൂമ്പ് എന്തായാലും തോരൻ വെച്ചൊരു വീഡിയോ നമ്മൾ ഉടനെ തന്നെ ചെയ്യും. അപ്പൊ ചേട്ടാ സന്തോഷം നമുക്ക് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. കാരണം ഈ കൊല്ലി ഉണ്ടാക്കുന്നത് അതൊന്നും നമുക്ക് അറിവുള്ള കാര്യങ്ങളല്ല. പണ്ടത്തെ മണൽ മാഫിയാണ് കേട്ടോ ഈ നിൽക്കുന്നത്. മണൽ വാരാനൊക്കെ പോയിട്ടുള്ള വിദഗ്ധനാണ് പണ്ട് കാലത്ത്. അപ്പൊ എന്തായാലും നമ്മൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും.